കേരളത്തിന് സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഇന്നലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരുന്ന വാർത്തകൾ ഇതിന്റെ പിതൃത്വം ആർക്കാണെന്നുള്ളതാണ്. LDF-നാണോ അതോ BJP-ക്കാണോ അതോ കോൺഗ്രസിനാണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിലെന്താണ് സംഭവിച്ചതെന്ന്. ഈ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കിയെടുക്കാൻ വേണ്ടി രാജാവിന്റെ കാലം തൊട്ടേ പലപ്പോഴും പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും ഒക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് വരുന്ന കാലത്താണ് അർത്ഥവത്തായ ശ്രമങ്ങൾ ഇത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങിയതും അദ്ദേഹം ഇതിന് ടെൻഡറിംഗ് പ്രോസസ് വരെ കൊണ്ടെത്തിക്കാൻ പറ്റി. ആദ്യം ടെൻഡറിംഗിൽ നിന്ന് ആകെപ്പാടെ അദാനി പോർട്സ് മാത്രമാണ് പങ്കെടുത്തത്. പക്ഷേ റീടെൻഡറിംഗ് നടത്തേണ്ടി വന്നു. അപ്പോൾ വീണ്ടും അദാനി പോർട്സ് മാത്രമേ പങ്കെടുത്തുള്ളൂ. അപ്പോൾ അദാനിക്ക് തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ അന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ അദാനിക്ക് ഭയങ്കര എതിരായതുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് അവരെ കൺവിൻസ് ചെയ്ത് അദാനി പോർട്സിന് ഈ തുറമുഖം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കരാർ കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ പോവുകയാണ്. പിന്നെ 16-ൽ പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നു. പിന്നീട് അതിനുശേഷമാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ ഈ തുറമുഖം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടത്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ വലിയ സമരം, ഓഖി ചുഴലിക്കാറ്റ്, കോവിഡ്, അങ്ങനെ എന്തെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ, 2018 വലിയ വെള്ളപ്പൊക്കം, ഇതിനെ എല്ലാത്തിനെയും നേരിട്ട് ഈ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന്റെ അവിടെ വരെ എത്തിച്ചത് അതിനുള്ള ക്രെഡിറ്റ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെ കൊടുക്കണം. കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് പിണറായിയാണ് കേരളം ഭരിച്ചത്. പിണറായി ഗവൺമെന്റ് വലിയ സപ്പോർട്ടാണ് അദാനി ഗ്രൂപ്പിന് ഇത് നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് അവർക്ക് വലിയ രീതിയിൽ അവകാശപ്പെട്ടതാണ്. പിന്നെ 2015 തൊട്ട് ഇന്ന് വരെയും ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇതിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാര്യം കേരളത്തിലൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് അവര് 0 കൊടുത്തത്, അതുകൊണ്ട് മോദി ഇനാഗുറേറ്റ് തെറ്റായി പോകുന്നത്. അങ്ങനെയല്ല, ഇതിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന് ഏതാണ്ട് 1000 കോടിയോളം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ് വരേണ്ടത്. ആ പൈസ കേന്ദ്രമാണ് മുടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രത്തിന് ഇത് വലിയ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാം. അപ്പൊ കേരളത്തിൽ ഈ പറഞ്ഞ പദ്ധതിയിൽ കേന്ദ്രത്തിനും മോദിക്കും ഒക്കെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ്. പിന്നീട് ഈ പദ്ധതി നടപ്പാക്കിയെടുക്കാൻ ആരും മുന്നോട്ട് വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിവാദ നായകനാക്കാൻ ശ്രമിക്കുന്ന അദാനി തന്നെയാണിത് നടപ്പാക്കിയെടുക്കാൻ മുന്നോട്ട് വന്നതും അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കിയതും, വലിയൊരു ഫണ്ട് ഇറക്കിയതും. അപ്പൊ ഗൗതം അദാനി എന്ന് പറഞ്ഞൊരു വ്യവസായിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഒരുപക്ഷെ നടക്കുമായിരുന്നായിരിക്കും. എന്നെങ്കിലും ഇപ്പം നടക്കൂലായിരുന്നു, ഉറപ്പാണ്. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് 4 പേർക്ക് കൊടുക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക്, പിന്നീട് പിണറായി വിജയന്, പിന്നീട് നരേന്ദ്രമോദിക്ക്, പിന്നീട് നമ്മളുടെ വ്യവസായി ഗൗതം അദാനിക്ക്. ഏറ്റവും വലിയ പങ്കുവച്ച ആരാണെന്ന് വെച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ ഗവൺമെന്റ് ആണെന്ന്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടതും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ് കൊടുക്കുന്നതൊക്കെ സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ ആ സംസ്ഥാന ഗവൺമെന്റ് നായകൻ പിണറായി വിജയൻ ആയതുകൊണ്ട് ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് പിണറായിക്കാണ്. അത് കഴിഞ്ഞ് മോദിക്ക്, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്കുമാണ്, പിന്നീട് ഗൗതം അദാനിക്ക്.